അപി അക്ഷരം അവ്യക്തം. ആരാണോ അക്ഷരവും അവ്യക്തം. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്. അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ല. എന്തുകൊണ്ട് വ്യക്തമല്ലാത്തത്? ഇപ്പൊ കുറെ അകരണങ്ങൾ നമ്മൾ അയ്യോ വ്യക്തമല്ലല്ലോ, കാണാനില്ല, വ്യക്തമാണ്, അവ്യക്തമല്ലോ അല്ലേ? ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കാണ്ട് വ്യക്തമല്ല എന്ന് പറയില്ല. അയ്യോ ഇത് സ്വാദ് നല്ല പ്രതി, പക്ഷെ വ്യക്തമാവില്ല, അവ്യക്തമാണ് ഇല്ലേ? മണം, അയ്യോ എന്തിനു മണം? അപ്പൊ നമ്മൾ കാണുകയോ കേൾക്കുകയോ രുചിക്കുകയോ മണക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ വ്യക്തത വരുത്തുന്നത്. ഒന്നെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പരിമിതി കാരണം, അല്ലെങ്കിൽ ദൂരം, അല്ലെങ്കിൽ പല കാര്യങ്ങളെ കൊണ്ട് നമുക്കറിയാം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തതൊക്കെ അവ്യക്തമാണ്. ഭഗവാൻ അവ്യക്തം, ദുർഗുണ, നിരാകാരം. ഇന്ദ്രിയങ്ങൾ അറിയാൻ സാധിക്കും, അക്ഷരം നാശമില്ല. അപ്പൊ ആദ്യത്തെ വരിയില് ഭഗവാന്റെ സഗുണ സാകാരത്തെയും രണ്ടാമത്തെ വരിയില് ഭഗവാന്റെ നിർഗുണ നിരാകാരത്തെയുമാണ് പറഞ്ഞത്. ഇങ്ങനെ ഭജിക്കുന്ന ഭക്തന്മാർ തേഷാം, അവരിൽ ആരാണ് യോഗവിത്തവൻ, ആരാണ് കേവലം സഗുണ സാകാര ഭക്തനാണോ നിർഗുണ നിരാകാര ഭക്തനാണോ? അങ്ങയെ ഭജിക്കുന്ന സഗുണ സാകാര ഭക്തനാണോ നിർഗുണ നിരാകാര ഭക്തനാണോ ശ്രേഷ്ഠൻ? യോഗവിത്തവനാരാണ്? വ്യക്തമായല്ലോ, വാക്കുകളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ